സംവിധായകൻ രഞ്ജിത്തിനെതിരായ പീഡന പരാതിയിൽ നടപടിയുമായി ഫെഫ്ക. ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്നും റൈറ്റേഴ്സ് യൂണിയനിൽ നിന്നും രഞ്ജിത്തിനെ മാറ്റി നിർത്തുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ഇരു യൂണിയനുകളുടെയും ജനറൽ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി. ലൈംഗിക അതിക്രമം ഉണ്ടായതായി യുവനടി ഫെഫ്കയിൽ പരാതി നൽകിയിട്ടില്ല. സിനിമയിൽ ICC ഉണ്ട്, എന്നാൽ ICCക്കും നടി പരാതി നൽകിയിട്ടില്ലെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയ രഞ്ജിത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് രഞ്ജിത്തിന്റെ അറസ്റ്റ് ഉണ്ടായത്. കാരവനിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടെന്നാണ് യുവനടിയുടെ പരാതി. റഷ്യൻ സൈനിക വിമാനമായ ആന്റോനോവ് 26 തകർന്നു വീണ അപകടം. ക്രിമിയയിൽ റഷ്യൻ സൈനിക വിമാനം തകർന്നു വീണ ജീവനക്കാരും യാത്രക്കാരും മരിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം. റഷ്യൻ സൈനിക വിമാനമായ ആന്റോനോവ് 26 തകർന്നു വീണത്. വിമാനം ഒരു പാറക്കെട്ടിലിടിച്ചതായി റിപ്പോർട്ടുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന 29 പേരും കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. ചൊവ്വാഴ്ച വൈകുന്നേരം ക്രിമിയൻ ഉപദ്വീപിന് മുകളിലൂടെ ഷെഡ്യൂൾ ചെയ്ത പറക്കലിനിടെ വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി മന്ത്രാലയം അറിയിച്ചു. വേനൽ മഴയിൽ കുളിർന്ന് നാട്. ഒറ്റപ്പെട്ട നേരിയ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കൂടുതൽ മഴ ലഭിച്ചേക്കും. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ പകൽ താപനിലയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തി. സുരേഷ് ഗോപിക്ക് കോടതിയിൽ കനത്ത തിരിച്ചടി. തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളാനാവില്ലെന്നും തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ആവശ്യം നിലനിൽക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ ഉപഹർജി കോടതി തള്ളി. CPI നേതാവിന്റെ ഹർജിയിൽ സുരേഷ് ഗോപി വിചാരണ നേരിടണം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. ഇതോടെ CPI നേതാവിന്റെ ഹർജിയിൽ സുരേഷ് ഗോപി വിചാരണ നേരിടേണ്ടി വരും. സുരേഷ് ഗോപിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് CPI നേതാവ് AS ബിനോയ് ഹർജി നൽകിയത്. മഞ്ഞളാംകുഴി അലിക്കെതിരെ പരാതിയുമായി LDF. വോട്ടർമാരെ സ്വാധീനിക്കാൻ മെഗാ സ്റ്റാറ്റസ് ചലഞ്ച് നടത്തി പണം വാഗ്ദാനം ചെയ്തുവെന്നാണ് പരാതി. LDF സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. തന്റെ റീലുകൾക്കും പോസ്റ്ററുകൾക്കും കൂടുതൽ പ്രചാരം നൽകുന്ന ആളുകൾക്ക് ദിനംപ്രതി 5000 രൂപ വാഗ്ദാനം ചെയ്തത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്നാണ് പരാതി. ഈ ചലഞ്ചിൽ പങ്കെടുക്കുന്ന വ്യക്തികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന വോട്ടർമാർക്ക് 25,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും സമ്മാനമായി പ്രഖ്യാപിച്ചിരുന്നു.